ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങി തിരൂർ മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി. മണ്ഡലത്തിലെ 7 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കൈപ്പിടിയിലാക്കുവാനുള്ള തയ്യാറെടുപ്പുമായി നടത്തിയ കേഡേഴ്സ് മീറ്റിൽ പങ്കെടുത്തത് 1000-നടുത്ത ആളുകൾ. സജീവമായി രംഗത്തിറങ്ങി പഞ്ചായത്ത്, മുനിസിപ്പൽ തല മുസ്ലിം ലീഗ് ഭാരവാഹികൾ. പ്രവർത്തകരെ പ്രാപ്തരാക്കുന്നതിനായി തിരൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച ഇലക്ഷൻ ട്രാക്ക് മീറ്റ് ഉജ്ജ്വലമായി സമാപിച്ചു. വ്യത്യസ്തത കൊണ്ടും വൈവിധ്യം കൊണ്ടും ശ്രദ്ധേയമായ പരിപാടി ലീഗ് ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കാഡേഴ്സിനോട് ഞാൻ പറഞ്ഞ് ഉത്ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ നിയമസഭാ മണ്ഡലത്തിന്റെ പാർട്ടിയുടെ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്ന വളരെ ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകന്മാർ, ജനപ്രതിനിധികളാണ് ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. നേതൃത്വം കൊടുക്കുന്ന ആൾക്കാരാണ്. തിരൂർ നിയമസഭാ മണ്ഡലത്തെ സംബന്ധിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. മുസ്ലിം ലീഗിന്റെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു പൊന്നാപുരം കോട്ടയാണ് നമ്മുടെ നിയമസഭാ മണ്ഡലം എന്നുള്ളത് പലതവണ നിങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇപ്പൊ റീസെന്റായി നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വലിയൊരു മെജോറിറ്റി നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചു. അത് നിങ്ങളുടെ പ്രവർത്തനമാണ്. വേറെ ആരും ആകാശത്ത് വന്നതെന്ന് പ്രവർത്തിച്ചാൽ സ്ഥാനാർത്ഥിയുടെ മേന്മ വശങ്ങളുണ്ടാവും. പക്ഷെ അതിനപ്പുറത്ത് CPM വിരുദ്ധ BJP വിരുദ്ധ വോട്ടുകളാണ് നമ്മുടെ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയുടെ പെട്ടികളിലേക്ക് ഉള്ളത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അവരുടെ വാക്കും അവരുടെ സംസാരവും അവരുടെ സംവാദത്തിലൊക്കെ തന്നെ മുസ്ലിം ലീഗിനെ പറ്റി പരാമർശിക്കുന്ന കാര്യങ്ങൾ പരിശോധിച്ചു. ബുദ്ധിജീവികൾ, സാംസ്കാരിക നായകന്മാർ, വിദ്യാഭ്യാസ വിലക്ഷണന്മാരൊക്കെ നമ്മളെ പറ്റി പറയുന്നത് നമുക്ക് തന്നെ അസുഖങ്ങളും. നിങ്ങൾ മുസ്ലിം ലീഗിനെ കണ്ട് പഠിക്കും. മുസ്ലിം ലീഗിന്റെ പ്രവർത്തനം നിങ്ങൾ മാതൃകയാക്കി എന്നവർ പ്രസംഗിക്കുകയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ പ്രവർത്തനം വെറും രാഷ്ട്രീയ പ്രവർത്തനമല്ല, കഠിനമായ രാഷ്ട്രീയ പ്രവർത്തനം നമ്മൾ നടത്തുന്നുണ്ട്. അതിൽ ഒരു കോംപ്രമൈസും ഇല്ല. തിരൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് കോട്ടയിൽ കരീം അധ്യക്ഷനായ പരിപാടിയിൽ ജനറൽ സെക്രട്ടറി വെട്ടം ആലിക്കോയ സ്വാഗതം പറഞ്ഞു. ഷാഫി ചാലിയം മുഖ്യപ്രഭാഷണം നടത്തി. അതിനൊന്നും തലമുടി നടത്താൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വലിയ രീതിയിൽ മുസ്ലിം ലീഗ് ശക്തിപ്പെടാൻ സാധ്യതയുള്ള സ്ഥലമാണ് മീററ്റും കാൺപൂരും. പ്രത്യേകിച്ച് കാൺപൂരിലെ ആര്യാനഗർ മണ്ഡലമൊക്കെ വമ്പിച്ച രീതിയിൽ ഒരു ചരിത്രപരമായ അവരൊക്കെ എന്താ പറയുക, വെല്ലിപ്പമാരൊക്കെ ലീഗായിരുന്നവർ. ഇപ്പോഴത്തെ തലമുറയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നത്. അപ്പം ഞാനിതിൻ്റെ പ്രാരംഭത്തിൽ പറയാനുള്ളത്, നമ്മുടെ പാർട്ടി കേരളത്തിൽ നമ്മൾ ഐക്യ മുന്നണിയിലാണ്, ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയിലാണ്. ഡൽഹിയിൽ ഒരു ആസ്ഥാനമുണ്ടായി. കേരളത്തിനെ റിപ്പറ്റ് ചെയ്യാതെ ഡൽഹിയിൽ വിവിധ സമര പരിപാടികൾ സംഘടിപ്പിക്കാൻ നമ്മുടെ യുവജന സംഘടന അതിൻ്റെ ശക്തി നേടിക്കഴിഞ്ഞ ഒരു പശ്ചാത്തലത്തിൽ കൂടി ഇവിടെ നിലനിൽക്കുന്നു. ഇനി വരാൻ പോകുന്നത് നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, പിന്നെ അസംബ്ലി. പ്രിയപ്പെട്ട ഉദ്ഘാടകരടക്കം ഇവിടെ സംസാരിച്ച രക്തച്ചാണി അടക്കമുള്ള എല്ലാവരും, പിന്നെ നമ്മുടെ അഷ്റഫ് കോക്കൂർ സാഹിബ് ഒക്കെ പറഞ്ഞത് നിങ്ങൾ കേട്ടിരിക്കും. കുറുക്കോളി മൊയ്തീൻ MLA, അബ്ദുറഹ്മാൻ രണ്ടത്താണി, മുസ്ലിം ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി MP മുഹമ്മദ് കോയ, ഫൈസൽ ബാബു, അഷ്റഫ് കോക്കൂർ, ഫൈസൽ അടശ്ശേരി, മയ്യേരി കുഞ്ഞഹമ്മദ് മാസ്റ്റർ, PC ഹിസാക്ക്, AK സൈതാലിക്കുട്ടി, കുഞ്ഞാവ ആദവനാട്, ഷഫീഖ് കുന്നത്ത്, ലാഹിക്ക്, കുഞ്ഞിപ്പ, അലി, കൊക്കോടി മൊയ്തീൻകുട്ടി ഹാജി, ആദവനാട് മുഹമ്മദ് കുട്ടി, ഷെരീഫാബി, PI റൈഹാനത്ത്, ഹംസ അന്നാര, KK റിയാസ്, P സിറാജ്, സലാം തുടങ്ങിയവർക്കൊപ്പം 6ഓളം പഞ്ചായത്ത് മുസ്ലിം ലീഗ് നേതാക്കളും മുനിസിപ്പൽ ലീഗ് നേതാക്കളും പരിപാടിയിൽ സന്നിഹിതരായി. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ കിരാത നടപടികളും ഇസ്രായേൽ ഭീകരതയുടെ ക്രൂരമായ ചെയ്തികളെയും ഞങ്ങൾ ശക്തമായി അപലപിക്കുന്നു.
ഫലസ്തീൻ ജനതയുടെ ചെറുത്തുനിൽപ്പിനോടും സയനിസ്റ്റ് ഭീകരതയുടെ അവസാനത്തെ ഇരയായ ഖത്തർ ജനതയുടെ വേദനയോടും ലോകമെമ്പാടുമുള്ള പീഡിതരും അധിനിവേശിതരുമായ ജനതകളുടെ പോരാട്ടങ്ങളോടും ഞങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. അവരുടെ ജീവനുകൾക്കും രക്തത്തിനും അഭിമാനത്തിനും കണ്ണുനീരിനും ഞങ്ങൾ വില കൽപ്പിക്കുന്നു. മാനവിക മൂല്യങ്ങൾ സംരക്ഷിക്കാൻ, സമാധാനവും നീതിയും സാക്ഷാത്കരിക്കാൻ, അധിനിവേശത്തെയും മതാത്മകതയെയും നേരിടാൻ ഞങ്ങൾ എല്ലാ കാലത്തും നിലകൊള്ളുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. ജയ് ഹിന്ദ്. ന്യൂസ് 99 തിരൂർ.